ഐഎസ്ടിയിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നുള്ള കാര്യം അതിലൊരു അവസരം തന്നിട്ടുള്ള ഗ്രേറ്റ് ലീഡർ രമേശ് സാറിനെ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. ഒരുപക്ഷെ രമേശ് സാറും ഞാനും വളരെ കുറച്ച് തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലും വളരെ നല്ലൊരു ആത്മബന്ധം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ രമേശ് സാർ നയിക്കുന്ന അതേപോലെ ഒരുപാട് ലീഡേഴ്സ് നയിക്കുന്ന ഒരു വലിയ ടീമിന് മുമ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 250 മുകളിൽ വരുന്ന ആൾക്കാരാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ദിവസം തുടങ്ങുന്ന അല്ലെ, അത് രാവിലെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നൊരു ദിവസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ എന്റെ സംസാരത്തിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് വാക്കുകൾ കേട്ട ശേഷമായിരിക്കും നിങ്ങള് ഈ ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം വളരെ നല്ലതാവാൻ നിങ്ങളുടെ ജീവിതത്തിലായാലും അതേപോലെ തന്നെ മൈ ലൈഫ് സ്റ്റൈലിലായാലും നല്ലതാവാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്റെ വാക്കുകൾ കൂടി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആദ്യമേ തന്നെ. സാറേ, യെസ് പറയൂ സാർ. സാറേ, സാർ ലാപ്പിലല്ലേ? ലാപ്പില്ല, ടാബിലാണ് സാറേ. ടാബാണ്, ഓക്കെ, കുഴപ്പമില്ല സാർ. ഒന്ന് ബാക്കോട്ട് അങ്ങനെയല്ല, ഒന്ന് നേരെ ഇരുന്നാൽ മതി. വീഡിയോ, അതായത് യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. യെസ്, ഓക്കെ, ഫൈൻ. അങ്ങനെയാണ്, ഓക്കെ. ആ, ഓക്കെ. ഓഡിബിൾ ആണല്ലോ അല്ലെ? കേൾക്കാമല്ലോ അല്ലെ? ആ, കേൾക്കാം. ഓക്കെ. അപ്പോ പിന്നെ അത് രാവിലെ നമ്മള് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക ഏറ്റവും കൂടുതൽ നമ്മള് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കാനുമാണ്. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ചെയ്യാനും കേൾക്കാനും പറയാനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടുകയും അതൊന്ന് പഠിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്ത് ചെയ്തപ്പോ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വലിയ രീതിയിലേക്കുള്ള ഇൻകം ആയാലും ലൈഫ് സ്റ്റൈൽ ആയാലും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും തന്നിട്ടുള്ള ഒരു കമ്പനി, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ആദ്യം ഒരു പക്ഷേ വലിയ അറിവോടുകൂടി, കാരണം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മൾ അറിയുന്ന ആൾക്കാർക്കിടയിലോ ഡയറക്ട് സെല്ലിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്തിട്ട് വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ മുൻ തലമുറ ഉണ്ടായത് വരില്ല. കാരണം നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അച്ഛനോ അമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ ഈ പറയുന്ന മാമന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ കുടുംബത്തിലുള്ള അങ്ങനെയുള്ള ആൾക്കാർ ആരും തന്നെ നേരത്തെ ഇത് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളും അതേപോലെ തന്നെ വലിയ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പതിയെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. പക്ഷെ വൺസ് നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മൈ ലൈഫ് സ്റ്റൈൽ. അത് നിങ്ങളോട് എനിക്ക് എന്റെ കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടും അതേപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന നേട്ടങ്ങൾ കൊണ്ടും പറയാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഞാനും നിങ്ങളെ പോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരാളും തന്നെ ഇതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നേരത്തെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൊണ്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാനും തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഫീൽഡിൽ നിന്നാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്നത്. പറഞ്ഞു എനിവേ, എന്റെ ശരിക്കും സ്ഥലം എന്ന് പറയുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ തൃക്കരിപ്പൂർ, നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്നുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് വന്നിട്ടാണുള്ളത്. അപ്പോ ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഇതുമായിട്ട് ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. കാരണം ഞാൻ പഠിച്ചത് മൊത്തം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഞാൻ. സാമ്പത്തികമായിട്ട് ഒരു പക്ഷെ പഠിപ്പിക്കാൻ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം പോലും തരാൻ വേണ്ടിയിട്ടുള്ള കഴിവ് യഥാർത്ഥത്തിൽ ഇല്ലാതിരുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ നന്നായിട്ട് പഠിച്ചു. 2008 കോളേജ് ലൈഫൊക്കെ കഴിയുന്നത്. കഴിഞ്ഞ ഉടനെ തന്നെ HSCL എന്നുള്ളൊരു കമ്പനിയില് ജോലി കിട്ടി. ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. പല സൗണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഓഡിയോയുടെ പ്രശ്നമാണോ അല്ല ഞാനിവിടുത്തെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. സാർ ഓക്കെ ആണോ?
ചെറിയൊരു ബ്ലറിങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു സൗണ്ട്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു, കുറഞ്ഞ സമയം മാത്രം. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, റെഡി. അപ്പോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സാർ എന്ന് പറയണേ. അപ്പോ ഞാൻ പറഞ്ഞു 2008 ഞാൻ കോളേജ് ലൈഫ് കഴിഞ്ഞ് HS എന്നൊരു കമ്പനിയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ ജോലി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജീവിതം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. അങ്ങനെ ജോലിക്ക് പോയി. ചെന്നൈയിലും ഹൈദരാബാദിലൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊരു പ്രൈവറ്റ് മേഖല ആയതുകൊണ്ട് നല്ല കമ്പനിയൊക്കെയാണ്. പക്ഷെ പ്രൈവറ്റ് മേഖലയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്വയം തെളിയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് വലിയൊരു വരുമാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ജോലി എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ റിസൈൻ ചെയ്തു. കാരണം മറ്റൊന്നുമല്ല, അതേ കമ്പനിയിൽ 11 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ റൂംമേറ്റ് ചെന്നൈയിൽ ഉണ്ടായ സമയത്ത്. എന്നേക്കാൾ ഹാർഡ് വർക്ക് ചെയ്ത, എന്നേക്കാൾ കഴിവുള്ള ഒരു വ്യക്തി. 11 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ കണ്ടപ്പോൾ, അതായത് രാവിലെ പോകുന്നു, രാത്രിക്ക് എപ്പോഴോ വരുന്നു, ഒരു ചിട്ടയില്ലാത്ത ലൈഫ്, വീണ്ടും കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്ത് അടുത്തൊരു കമ്പനിയിലേക്ക് പോകാനോ കുറച്ചുകൂടി സാലറി കൂട്ടാനൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തി. ഞാൻ അവിടെ ചിന്തിച്ചത് 10 വർഷമൊക്കെ കഴിഞ്ഞ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത വന്ന സമയത്ത് 20ാമത്തെ വയസ്സിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത വന്നപ്പോ 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷം അവിടെ നിന്ന് നരയിക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത വന്ന സമയത്ത് എനിക്ക് ആ ജോലിയിൽ തുടരാൻ ഉള്ളൊരു ആഗ്രഹം പോയി എന്നുള്ളതാണ്. ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാമ്പത്തികമായിട്ട് കാര്യമായിട്ട് ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നും പഠിച്ച് ജോലി കിട്ടിയ ഉടനെ തന്നെ ഫസ്റ്റ് ജോലി തന്നെ കുറച്ച് മാസങ്ങൾ റിസൈൻ നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ചില്ലറ ധൈര്യമല്ല. യഥാർത്ഥത്തിൽ എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ട്രൈ ചെയ്താൽ വേറെ നല്ലൊരു ജോലി കിട്ടുന്നില്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു ഗവൺമെന്റ് സ്ഥാപനം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ളൊരു സ്ഥാപനം, ISRO, നിങ്ങൾക്കറിയാം. ആ ഒരു സ്ഥാപനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി കിട്ടിയപ്പോൾ അവിടേക്ക് പോയി. അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ജോലിയുള്ളൂ, ശനി ഞായറൊക്കെ ലീവാണ്, നല്ല സാലറി ആണ്, എല്ലാം കൊണ്ടും നല്ല അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ അതും പോരാ എന്നുള്ള കാര്യം മനസ്സിലായത് 7 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 6 വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണം കഴിച്ചപ്പോ അതുവരെ കിട്ടിയിരുന്ന സാലറി ഒന്നും പോരാ, കുറച്ചുകൂടി വലിയ രീതിയിലേക്കുള്ള നല്ല ശമ്പളവും കാര്യങ്ങളും സാമ്പത്തികവും വേണം എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ, കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഉള്ളത് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കല്യാണം കഴിച്ച് കുടുംബജീവിതമൊക്കെയായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം ഉണ്ടാക്കേണ്ടി വരും. കാരണം നമ്മുടെ സ്വന്തമായിട്ടുള്ള വീട്, അതേപോലെ വാഹനം, അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ കുറച്ചുകൂടി നമ്മുടെ ലൈഫിന് വേണ്ടുന്ന കാര്യങ്ങൾ കെയർ ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ട് അതിന് വേണ്ട സാമ്പത്തികം സ്വരൂപിക്കേണ്ട ആവശ്യം നമുക്ക് വരും. നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടി വിശാലമാവും, കുറച്ചുകൂടി വലുതാവും, നമ്മുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി വലുതാവും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അന്ന് ആ ഒരു കല്യാണത്തിന് ശേഷം സ്വാഭാവിക അങ്ങനെ ചിന്തയൊക്കെ കടന്നു സമയത്ത് ഞാൻ നോക്കുമ്പോ എനിക്ക് കിട്ടുന്ന സാലറി കൊണ്ട് ഒരു 10 വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്റെ പല ആവശ്യങ്ങളും, ഒരുപക്ഷെ 10 വർഷം അവിടെ വർക്ക് ചെയ്ത് 10-50 ലക്ഷം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. കാരണം അങ്ങനെയാണ് സാലറിയുടെ കേസ് വരുന്നത്. ഈ 50 ലക്ഷം കൊണ്ട് എന്റെ പല ആവശ്യങ്ങളും നേരിട്ടെടുക്കാൻ സാധിക്കില്ല. അപ്പൊ മാസം തന്നെ കിട്ടുന്ന പൈസ പല ആവശ്യങ്ങൾക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇനി മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ എന്ന് ചിന്ത വന്നപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും സാമ്പത്തികമായിട്ട് നല്ലൊരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തികം വേണം, നന്നായിട്ട് പണം ഉണ്ടാക്കണം, സാമ്പത്തികമായിട്ട് വലിയൊരു എന്താ പറയാ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്താഗ്രഹിച്ചാലും എന്ത് ആവശ്യമുണ്ടെങ്കിൽ തന്നെ എന്താ പറയാ സാമ്പത്തിക ഒരു തടസ്സമായിട്ട് മാറാൻ വേണ്ടി പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ എല്ലാവരും തന്നെ നല്ല സമ്പത്ത് ഉണ്ടാക്കണം ആഗ്രഹിക്കുന്നവരാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നൊക്കെ ആണെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് യഥാർത്ഥത്തിൽ പണത്തിന് നമ്മുടെ ലൈഫിൽ വലിയ സ്ഥാനമുണ്ടെന്നും പറയാൻ പറ്റില്ല. കാരണം അന്ന് യഥാർത്ഥത്തിൽ എന്താ പറയാ നമുക്ക് അത്യാവശ്യം വസ്ത്രങ്ങളും അതേപോലെ തന്നെ ആഹാരവും അതേപോലെ ചെറിയ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നാട്ടുകാരെ അല്ലെങ്കിൽ അയൽവാസികളും നമ്മുടെ നാട്ടിലെ എല്ലാവരും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു സഹകരണം കൊണ്ടൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അതൊക്കെ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. അതിന് സാമ്പത്തികമായിട്ട് വലിയ പ്രാധാന്യം അന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പണമില്ലാതെ ഒന്നുപോലും നടക്കും. എന്തിനും ഏതിനും പണം വേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ
നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എഫേർട്ട്, നമ്മുടെ സമയം ഇടുന്ന ഒരു സ്ഥലം, അത് ഏത് മേഖലയായിക്കോട്ടെ, അവിടെ നിന്നും വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയാണ് ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഞാൻ അന്ന് എന്റെ ലൈഫ് അവിടെ നിൽക്കുന്ന സമയത്ത് സാമ്പത്തികം, പണം എന്ന് പറയുന്നത്, സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന സംഭവം വലിയ പ്രാധാന്യ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സംഭവം നല്ല ജോലിയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു ജോലി മാത്രമാണ്, മാസം മാസം എണ്ണി തിട്ടപ്പെടുത്തിയ ശമ്പളം നൽകുന്ന ജോലി മാത്രം. ഇതുകൊണ്ട് എന്റെ എല്ലാ ആവശ്യങ്ങളും, മുന്നോട്ടുള്ള ആവശ്യങ്ങളും നടന്നു പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത്, പണം ഉണ്ടാക്കിയത്, സമ്പത്ത് ഉണ്ടാക്കിയത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. സ്വന്തമായിട്ട് സംരംഭം തുടങ്ങിയിട്ട് ഉള്ള ആൾക്കാരാണ് ജീവിതത്തിൽ വലിയ വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ നമുക്കറിയാം അതിന് ഏറ്റവും വലിയ വിഷയം പണം തന്നെയാണ്, മൂലധനം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യണം, ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പറ്റൂ. അതേപോലെ തന്നെ പല റിസ്ക്കും ഉണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്, പലരും ബിസിനസ് തുടങ്ങിയിട്ട് എന്താ പറയുക വലിയ നഷ്ടം സംഭവിച്ചു ലൈഫിൽ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത ഇതിലേക്ക് പല ആൾക്കാരും പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ ഞാനൊരു റിസ്ക് എടുത്തു. മറ്റൊന്നുമല്ല, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് വീണ്ടും ആ ജോലി കൂടെ റിസൈൻ ചെയ്യാൻ തീരുമാനം എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന് റിസൈൻ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നതുകൊണ്ട് നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് മറ്റൊരു ധൈര്യം, വൈഫിന് എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ശമ്പളം കൂടി ഉള്ളത് കൊണ്ട് ധൈര്യത്തിൽ നാട്ടിലേക്ക് വന്ന് എന്ത് ബിസിനസ് ചെയ്യുന്നത് തീരുമാനിച്ചല്ല വന്നിട്ട് നോക്കാന്നാ വിചാരിച്ചത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഒരുപാട് മാറി കാലഘട്ടം അല്ലെ. നമ്മളിപ്പോ രാവിലെ ഇരുന്നിട്ട് ഒരു 6:30 6:20 6:23 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ആഹാരം കഴിച്ചവരൊക്കെ കുറച്ച് കുറവായിരിക്കും അല്ലെ, ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ നമ്മൾക്ക് രാവിലെ ഉറങ്ങിച്ച് കഴിഞ്ഞിട്ട് 1 2 3 4 മണിക്കൂർ രാവിലത്തെ ആഹാരം കിട്ടിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ലേ നമ്മള് തീറ്റ എന്ന് പറയും, ഭക്ഷണം, തീറ്റ കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് മണിക്കൂർ. പക്ഷെ രാവിലെ ഉറങ്ങണിച്ചിട്ട് ഡാറ്റ കിട്ടിയില്ലെങ്കിലോ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ സംസാരിക്കുന്ന ഡാറ്റയിൽ കൂടിയാണ്, ഇന്റർനെറ്റിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിന് ഡാറ്റ എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മനസ്സിലായപ്പോ ആ ഇന്റർനെറ്റിന്റെ ബിസിനസ് തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ നാട്ടില് ഞാൻ പറഞ്ഞു, പയ്യന്നൂരാണ്, തൃക്കരിപ്പൂരാണ്, ചെറുവത്തൂരും ഒക്കെയാണ് എന്റെ നാട്. അപ്പോ ചെറുവത്തൂരും പയ്യന്നൂരും 2 ടൗണിലും സ്വന്തമായിട്ട് ഓഫീസൊക്കെ ഓപ്പൺ ചെയ്ത് ഏഷ്യാനെറ്റ്, BSNL ഇതിന്റെയൊക്കെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഫെസിലിറ്റി, അതായത് എല്ലാ വീടുകളിലേക്കും എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വെച്ചുകൊണ്ട് ഇന്റർനെറ്റ് കൊടുക്കുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം എവിടുന്ന പൈസ, സാമ്പത്തികമായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്. അന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇന്നുണ്ട്, അവര് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ കൊടുക്കുന്ന പരിപാടി ഇപ്പോഴും ഉണ്ട്. നമ്മൾ നല്ലൊരു പ്രൊജക്റ്റ് പോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂലും കഴിഞ്ഞ് ലോൺ തരും അവര്, പക്ഷെ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ തരും. അങ്ങനെ ഒരു ലോൺ സംഘടിപ്പിച്ചിട്ടാണ് ഞാൻ തുടങ്ങി നന്നായിട്ട് മുന്നോട്ടൊക്കെ പോയി. പക്ഷെ ഇന്ന് കച്ചവടം ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ഇരുട്ടടി പോലെ വന്നൊരു സംഭവമുണ്ട്, പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവം. അത് COVID-19 എന്നുള്ളത്. അന്ന് പല സ്ഥാപനങ്ങളും കൂട്ടി, പലരും ജോലി നഷ്ടപ്പെട്ടു, വരുമാനം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, മരണം സംഭവിച്ചു, ലോകമാകെ നിശ്ചലമായിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കിട്ടി 2 ജോലി നിർത്തിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സാധാരണക്കാരൻ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സ്വന്തമായിട്ട് വരുന്നുണ്ട്. റേഞ്ച് ഇഷ്യൂവിനെ ഇപ്പൊ കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് വീഡിയോ എന്റെ വീട്ടിലല്ല, ഞാൻ ഇവിടുത്തെ റേഞ്ച് എടുത്താണെന്ന് എനിക്ക് അറിയില്ല. വീഡിയോ ഒന്ന് ഓഫ് ചെയ്താലോ സാറേ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ റെഡിയാണ്. റെഡി.
ഓക്കെ 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 കുഴപ്പമില്ല സാർ, കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ഒരു ഓക്കെ, സാധാരണക്കാരന് ഏതൊക്കെ മേഖലയിൽ പോയിട്ട് ജോലി ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ പരീക്ഷിച്ചു. ഗവൺമെന്റും പ്രൈവറ്റും സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ പരീക്ഷിച്ചിട്ട് മൂന്നാമത് നിൽക്കുന്ന സമയം, മൂന്നാമത്തെ ഘട്ടത്തിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അത് കോവിഡും കൂടി വന്നിട്ട് കംപ്ലീറ്റ് ഡൗൺ ആയ ഒരു അവസ്ഥയിലേക്ക്. ആ സമയത്ത് കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആയ ഒരു സമയം. അതേപോലെ നാട്ടില് നമ്മൾ കുടുംബത്തിൽ വീടൊക്കെ വെച്ച് എന്റെയും ഏട്ടന്റെ അനിയത്തിനൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ നിങ്ങൾ ചിന്തിച്ചോ, ഒരു കുടുംബത്തിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ് കൂടി തുടങ്ങിയതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത എനിക്ക് ഉണ്ടായി. കോവിഡ് കൂടി വന്നിട്ട് കംപ്ലീറ്റ് നിശ്ചലമായപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. എന്റെ വൈഫിന്റെ ജോലി നഷ്ടപ്പെട്ടു. സാമ്പത്തികമായിട്ട് വല്ലാതെ ഡൗൺ ആയ സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി അതിനെ പറ്റിയിട്ട് പഠിക്കാൻ ഞാൻ തീരുമാനിക്കുന്നത്. കാരണം അതിന് മുന്നേ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അത് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ എന്റെ ബിസിനസ്സില് ഞാൻ പറഞ്ഞു ബ്രോഡ്ബാൻഡ് ബിസിനസ് ആണ്. ഒരുപാട് ട്രാവൽസുകളിൽ എന്തുണ്ട് കണക്ഷൻ ഉണ്ട്. അപ്പോ ചെറുവത്തൂർ റോഡിലുള്ള ഒരു റോളക്സ് ട്രാവൽസ് ഉണ്ട്. ആ ട്രാവൽസിന്റെ ഓണർ മിസ്റ്റർ ഷാജഹാൻ, പുള്ളി എന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. പുള്ളിയുടെ ഓഫീസിൽ എന്റെ കണക്ഷൻ ഉണ്ട് ബ്രോഡ്ബാൻഡിന്റെ. പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രഞ്ജി നാളെ വൈകിട്ട് 5 മണിക്ക് തന്നെ കാണണം എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ കുറച്ച് കറക്റ്റിച്ചാ പറഞ്ഞത്. പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഇന്റർനെറ്റ് മൊത്തത്തിൽ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ കട്ടാവുന്നു, സ്ലോ ഡൗൺ ആവുന്നു. ഇപ്പൊ എന്റെ കസ്റ്റമർ ആയിട്ടുള്ള പുള്ളിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴൊക്കെ എറർ സംഭവിക്കുന്നു, നഷ്ടം സംഭവിക്കുന്നു. പുള്ളി അങ്ങനത്തെ ഒരു കാര്യത്തിൽ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വളരെ എന്താ പറയാ അനുസരണയോടെ അങ്ങോട്ടേക്ക് പോയി. കാരണം നമ്മുടെ കസ്റ്റമർ ആണ്, പോകാതിരിക്കാൻ പറ്റില്ല, പോയി. അപ്പോ ഈ കണക്ഷനൊക്കെ കട്ടാവുന്ന സമയത്ത്, സ്ലോ ഡൗൺ ആവുന്ന സമയത്ത് ഫോൺ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ഇപ്പൊ ഇന്റർനെറ്റ് സ്ലോ ഡൗൺ ആവുന്ന സമയത്ത് ഇപ്പൊ തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്റെ കണക്ഷൻസ് അല്ലെ ഈ പറഞ്ഞ എന്റെ നെറ്റിന്റെ ഡാറ്റ അല്ലെങ്കിൽ ഈ പറഞ്ഞ റേഞ്ച് കുറച്ചൊന്ന് കുറയുമ്പോൾ സൗണ്ട് അല്ലെങ്കിൽ വീഡിയോ ബ്ലർ ആവുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്നിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇന്റർനെറ്റ് ഡൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ പുള്ളി എല്ലാം അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആയിട്ട് ഒരുപാട് പേര് ഇന്റർനെറ്റ് ഡൗൺ ആവുന്ന സമയത്ത് പലപ്പോഴും കസ്റ്റമർ കെയർ അല്ലെങ്കിൽ ഓഫീസിലേക്ക് എന്നെ വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ വിഷമം അല്ലെങ്കിൽ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഡാറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് കട്ടാവുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സാഹചര്യം ഷാജഹാനെ വിളിക്കുന്ന സമയത്ത് ഞാൻ പോയി. ഞാൻ ആദ്യം വിചാരിച്ചത് ഷാജഹാനെ ഫോൺ വിളിച്ചിട്ട് തെറി പറഞ്ഞിട്ട് മതിയായി, ഇപ്പൊ നേരിട്ട് മുഖത്തോട് മുഖം നോക്കി രണ്ട് തെറി പറയാം എന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്നത് എന്നാ വിചാരിച്ചത്. ഞാൻ അങ്ങനത്തെ ഒരു പേടിയോട് കൂടിയാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. പിറ്റേ ദിവസം പോയ സമയത്ത് ഒരു 5 മണിക്കൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോ ഓഫീസിൽ ആൾക്കാർ ബഹളൊക്കെ കുറച്ച് കുറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താ പറയാ കസ്റ്റമർ ഇല്ലെങ്കിൽ അവർ ഒരുപാട് കുഴപ്പമൊന്നുമില്ലല്ലോ വിചാരിച്ചിട്ടാ പോയത്. പക്ഷെ അവിടെ പോകുന്ന സമയത്ത് പുള്ളിയുടെ മുമ്പിൽ തന്നെ 2 കസ്റ്റമർ ഇരിക്കുകയാണ്. ആ 2 കസ്റ്റമർ എന്ന് പറയുന്നത് എന്റെ നാട്ടുകാരും കൂടിയാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ടെൻഷനായി. കാരണം എന്റെ നാട്ടുകാരെ മുമ്പ് തന്നെ ഡെലിവറി വന്നത്. ഷാജഹാൻ എന്ന വ്യക്തി മാന്യ അതുകൊണ്ട് പുള്ളിയോട് മാറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അവിടെ മാറിയിരുന്നു ഞാൻ. അപ്പൊ വേറൊരു വ്യക്തി എന്റെ അടുത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞു, ഞാൻ ഒരു ആയുർവേദ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ പ്രൊഡക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്റ്റ് കൊടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എന്ത് പറഞ്ഞ വിഷയമല്ല. എന്റെ വിഷയം ഷാജഹാൻ എന്ന് പറയുന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞ് ഷാജഹാൻ മുമ്പിൽ കസ്റ്റമർ പോയപ്പോ പുള്ളി എന്റെ അടുത്തേക്ക് വന്നിരുന്നു ചോദിച്ചു, എങ്ങനെയുണ്ട് ബിസിനസ്? ഞാൻ പറഞ്ഞു ബിസിനസ് കുറച്ച് ഡൗൺ ആണ്, എന്റെ ഡാറ്റയൊക്കെ കത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എന്റെ ബിസിനസ് പറ്റിയാണ് പറയുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, അതല്ല ഈ ബിസിനസ്. നമ്മൾ ഇത് ബിസിനസ് ആണ്. പുള്ളി ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്ത് കുറച്ച് പുറത്തേക്ക് പരിചയപ്പെട്ടു. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഇതൊരു ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് പ്ലാൻ പറഞ്ഞില്ലേ ചോദിച്ചു. അങ്ങനെയാണ് പ്ലാൻ പറയുന്നത്. പ്ലാൻ പറഞ്ഞു തുടങ്ങുന്ന എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഈ പരിപാടിക്ക് ഞാൻ ഇത് പറയാനാണ് എന്നെ വിളിച്ചത്. ഇതിനെയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഈ പരിപാടിക്ക് ഞാനില്ല, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു. മറ്റൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംസാരിച്ച് ശരിയെന്നും പറഞ്ഞാൽ ആ പ്ലാൻ പോലും മുഴുമിക്കാതെ എണീച്ചങ്ങ് പോയി. അതിനുശേഷം മാസങ്ങളോളം എന്റെ പുറകെ പുള്ളി ഈ ബിസിനസിന്റെ കാര്യം സംസാരിച്ചു വന്നു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എപ്പോ ഇതിനെപ്പറ്റി പറയുമ്പോഴും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പുറംകാലം കൊണ്ട് തട്ടിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം വൈകിട്ട് കുറച്ച് ഫ്രീ ആയപ്പോ, അതായത് അന്ന് ഹർത്താലായിരുന്നു, അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സമയമില്ല, ട്രാഫിക് ഇല്ലാത്ത സമയത്ത് പുള്ളി ഓപ്പർച്യൂണിറ്റി അടുത്തേക്ക് വന്നിട്ട് വീണ്ടും പറയുമ്പോൾ ഞാൻ ബിസിനസ് പറ്റി മാത്രം പറയുന്നത്. പുള്ളി ഒരു കാര്യം ചെയ്യും, ബിസിനസ്സിനെ പറയുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് പ്രോഡക്റ്റ് എടുക്കുന്നു. അങ്ങനെ നിർബന്ധിച്ചപ്പോ കുറച്ച് പ്രോഡക്റ്റ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ പേസ്റ്റ് പരിചയപ്പെടുത്തിയപ്പോ എന്നോട് പറഞ്ഞു, ഇത് വാണിംഗ് ഇല്ലാത്ത പേസ്റ്റാ. അപ്പൊ തിരിച്ചെന്റെ ചോദ്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റിനാ വാണിംഗ് ഉള്ളത്? ഇപ്പോഴിതാ ഏതാണ്ട് 300 അല്ലെങ്കിൽ 400ഓളം ആൾക്കാരോട് ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഹെർബൽ പേസ്റ്റ് പരിചയപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൾഗേറ്റോ, ക്ലോസപ്പോ, പെപ്സോഡന്റോ, സെനസ്റ്റൈഡോ ഏതായിക്കോട്ടെ, അതിന് വാണിംഗ് ഉണ്ടായിരുന്നു, വാണിംഗ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇത് എന്റെ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം പറയുമ്പോൾ എന്റെ മകള് 2.5 വയസ്സ് മാത്രമുള്ള മകളാണ്.
അവൾക്ക് നല്ല പേസ്റ്റ് കൊടുക്കാം എന്നുള്ള വാണിംഗ് ഇല്ലാത്ത പേസ്റ്റ് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴും വിഷയം 175 രൂപയാണ് പേസ്റ്റിന്റെ വില. ഇത് കുറച്ച് കൂടിയിട്ടുണ്ട്. അന്ന് ഇപ്പൊ നമ്മൾ ഈ 3 മണിയുടെ പേസ്റ്റ് വേണ്ട. അപ്പൊ പുള്ളി പറഞ്ഞു വിലക്കുറവിൽ കിട്ടാനുള്ള അവസരമുണ്ട്, നീ ഐഡി രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു ആ പരിപാടിക്ക് ഞാനില്ല, നീ ഐഡി രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നീ എന്ത് ചെയ്യും, മീറ്റിങ്ങിന് വരാനും അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും ഒരുപാട് നൂലാമലകൾ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഈ കമ്പനി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഐഡി രജിസ്ട്രേഷൻ ചെയ്താൽ ജീവിതകാലം മുഴുവൻ വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വാങ്ങിച്ച് ഉപയോഗിക്കാം. അങ്ങനെ മാത്രമാണ് ശരി രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഞാൻ രജിസ്ട്രേഷൻ ചെയ്തു. കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു. എല്ലാം പുറമെ ഉപയോഗിക്കാനുള്ളതാണ്, അകത്ത് ഉപയോഗിക്കാൻ പ്രൊഡക്റ്റ് എന്നെ നിർബന്ധിച്ചു. അത് എന്നെ നിർബന്ധിച്ചത് കവചപ്രാശം കഫിലുമാണ്. കാരണം എന്റെ ശ്വാസമുട്ടലിന്റെ പ്രശ്നം പുള്ളിക്കറിയാം, അത് മാറാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് വാങ്ങിക്കാൻ പറയാം. അപ്പൊ നിർബന്ധിച്ച് ഞാൻ അത് വാങ്ങിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചത് ഉപയോഗിച്ചിട്ടില്ല. മറ്റുള്ള ഉപയോഗിച്ച് പേസ്റ്റും സോപ്പൊക്കെ ഉപയോഗിച്ച് എല്ലാം ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ് ഞാൻ വീട്ടിലൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ശ്വാസമുട്ടലിന്റെ പ്രശ്നം പുള്ളിക്കറിയുന്നുണ്ടായിരുന്നു, നിർബന്ധിച്ച് കവചപ്രാശം കഫിലും വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാനത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു എന്നല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല, ആഴ്ചകൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം എനിക്ക് ജലദോഷം വന്നു. ശ്വാസമുട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. ഇന്ന് ജലദോഷം വന്നാൽ 3-ാമത്തെ ദിവസം ശ്വാസം മുട്ട് വരുമോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. എനിക്കറിയാം ഇന്ന് ജലദോഷം വന്നാൽ 3-ാമത്തെ ദിവസം അത് കട്ട പിടിക്കും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കഫം കട്ട പിടിച്ച് ശ്വാസം മുട്ട് വരും. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ പുള്ളി കഫത്തിന്റെ ഒരു സംഭവം എനിക്ക് തന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച് ഇത് ഉപയോഗിക്കണോ, ജലദോഷത്തിന്റെ പ്രശ്നം ഇത് ഉപയോഗിക്കണോ കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എനിക്ക് ജലദോഷം കാര്യമൊക്കെ ഉണ്ട്, നിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ വല്ലതും പറ്റുമോ, ഇതിന്റെ ഒരു മരുന്നൊക്കെ ആണല്ലോ ഒരു ചുവപ്പ് കളറുള്ള. അപ്പൊ അവനോട് പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീ ഉപയോഗിച്ചോളൂ. പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഉപയോഗിച്ചിട്ടില്ല. പുള്ളി ഓഫീസിലേക്ക് വന്ന് പുള്ളി ഉപയോഗിക്കുന്ന കഫിൽ തുറന്നിട്ട് അങ്ങ് കുടിച്ച് കാണിച്ചു തന്നു, ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ചോളെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നു. ആ ധൈര്യത്തിന്റെ മുകളിൽ അന്ന് പോയിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്ന പോലെ ടീസ്പൂണിൽ രാവിലെ ഉച്ചക്കും വൈകിട്ടും ഞാൻ കഴിച്ചു. പിറ്റേ ദിവസം ആ ജലദോഷത്തിന്റെ പ്രശ്നത്തിൽ കുറഞ്ഞു വന്ന് പിറ്റേ ദിവസത്തെ പൂർണ്ണമായിട്ടും മാറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മാറുന്ന ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മാറി. ഇതേ സമയത്ത് എന്റെ വൈഫിന് ജലദോഷ പ്രശ്നം 2-3 ആഴ്ച എടുത്തു അതിന്റെ പ്രശ്നങ്ങൾ മാറാൻ, ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് ഓരോ വ്യക്തികളെ അല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ദിവസം എടുക്കും അവരുടെ പ്രശ്നം മാറാൻ. പക്ഷെ എനിക്ക് 2 ദിവസം കൊണ്ട് ജലദോഷത്തിന്റെ പ്രശ്നം മാറി ഉടനെ ഞാൻ ഷാജഹാനെ വിളിച്ചു. ഷാജഹാൻ നിന്റെ പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ഇതുപോലെ നല്ലത് വല്ലതും കണ്ടാൽ വിളിച്ച് പറയുമോ? ഇല്ലല്ലോ. അഥവാ അത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ ഉടനടി വിളിച്ച് കുഴപ്പമാക്കൂല നമ്മള്. പക്ഷെ ഞാനും അതേപോലെ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളി എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് കണ്ടപ്പോ ചോദിച്ചു എന്തുണ്ട്, ഞാൻ പറഞ്ഞു നല്ല പുറത്താണ് മാറിയിട്ടുള്ളത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് നിന്റെ പ്രതിരോധ ശേഷിയുടെ പ്രശ്നമാണ്, നിന്റെ ശ്വാസം മുട്ട്, അത് മാറണമെങ്കിൽ കവചപ്രാശം ഉപയോഗിക്കണം. 1 കിലോഗ്രാമിന് ലേഹ്യം തന്നിട്ടില്ല, അത് ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചാൽ അതിനായ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. എനിക്ക് ധൈര്യം തന്നപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ കുറെ ശാരീരികമായിട്ടുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി. അതായത് എന്റെ ദഹനം കറക്റ്റ് ആവുന്നു, ഉറക്കം കറക്റ്റ് ആവുന്നു, ക്ഷീണം മാറുന്നു, മോശം കറക്റ്റ് ആവുന്നു, അങ്ങനെ ഒരുപാട് വ്യത്യാസം എനിക്ക് മനസ്സിലായപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടി ഞാൻ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി. 3-4 ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് മൈ ലൈഫ് സ്റ്റൈലിൽ ശക്തമായി ഏറ്റെടുത്തിട്ട് ഒരു അച്ചീവറായിട്ട് ശക്തമായിട്ട് ഫുൾ ടൈം ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ഒരു തീരുമാനമാണ്. കാരണം 32 വയസ്സ് വരെ ഉണ്ടായിരുന്ന ശ്വാസം മുട്ട് കവചപ്രാശം ഒറ്റ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ കഴിഞ്ഞ 5 വർഷത്തിന് മുകളിൽ എനിക്കിത് ഉണ്ടായിട്ടില്ല. ഈ ഒരു റിസൾട്ട് ആണ് ശക്തമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സഹായകരമായത്. അങ്ങനെ ഞാൻ വീണ്ടും പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴും ബിസിനസിന്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ല. ഞാൻ വീണ്ടും ആവശ്യത്തിന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. കാരണം എന്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അവർക്കെല്ലാം കൊടുക്കാൻ ധൈര്യം കിട്ടി. ഞാൻ പല പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആവശ്യമുള്ള പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഒരു ബുധനാഴ്ച എന്റെ അക്കൗണ്ടിൽ ആദ്യമായിട്ട് മൈ ലൈഫ് 650 ഒരു വലിയ ബിസിനസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ് തുടങ്ങിയിട്ട് വല്ലാതെ ഡൗൺ ആയി വലിയ ബാധ്യത നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയ സമയത്ത് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണെന്നതിന്റെ കാര്യം അന്ന് ചെറിയ വരുമാനം എന്റെ അക്കൗണ്ട് കിട്ടിയ എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് വേണ്ടുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ, അല്ലാണ്ട് ബിസിനസ് ഞാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ഞാൻ തയ്യാറായത്. ഞാൻ പ്രോഗ്രാമിലേക്ക് പോകാൻ തുടങ്ങി. പല പ്രാവശ്യം പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പോയിട്ടില്ല, പ്രോഗ്രാമിലേക്ക് പോയി തുടങ്ങി. പക്ഷെ അന്ന് ഞാൻ ചില വ്യക്തികളെ കണ്ടു, ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് 2-3 വർഷങ്ങളോട് തന്നെ വലിയ വരുമാനത്തിലേക്ക് എത്തുന്ന വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും?
ഞാൻ അന്ന് നിൽക്കുന്ന ബ്രോഡ്ബാൻഡ് ബിസിനസിന്റെ പല മീറ്റിങ്ങുകളിലും പല യൂണിയൻ മീറ്റിംഗും ഞാൻ പോകാറുണ്ട്. അവിടെ 20, 30, 40 വർഷമായിട്ട് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ 30 വർഷമോ 40 വർഷമോ ചെയ്തിട്ട് പോലും വലിയ മാറ്റങ്ങൾ, വലിയ നേട്ടങ്ങൾ ആ ഒരു മേഖല ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ ഞാൻ കാണുന്നത് 2 or 3 വർഷം കൊണ്ട് തന്നെ വരുമാന ലക്ഷ്യങ്ങളിലേക്കും ജീവിത സാഹചര്യം മെച്ചപ്പെടുന്ന കുറെ ആൾക്കാർ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ കമ്പയർ ചെയ്തു. ഞാൻ ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ബിസിനസ് ഓൾറെഡി കോവിഡ് വന്ന് ഡൗൺ ആയി കിടക്കുകയാണ്. മറ്റൊരു സൈഡിൽ മൈ ലൈഫ് സ്റ്റൈൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെയ്താൽ എന്റെ ജീവിതം മാറി മറിക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച എന്റെ കൺഫ്യൂഷൻ, എനിക്കത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഡയറക്റ്റ് സെല്ലിംഗ് മൈ ലൈഫ് സ്റ്റൈൽ വലിയ എക്സ്പീരിയൻസ് എനിക്കില്ലല്ലോ. എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണുന്ന ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അത് ആർക്കും തന്നെ മൈ ലൈഫ് സ്റ്റൈലിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇല്ലാത്ത ആൾക്കാണ് ഇവിടെ വന്നിട്ട് വലിയ നേട്ടം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത വന്നപ്പോ ഞാനും ഈ ശക്തമായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ലീഡേഴ്സോടും RTP പോലുള്ള പ്രോഗ്രാമൊക്കെ പങ്കെടുത്ത സമയത്ത് ലീഡേഴ്സോട് ചോദിച്ചു, എനിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എന്റെ സാഹചര്യം ഇങ്ങനെയാണ്, എന്റെ ജീവിതം ഇനി മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഓപ്പർച്യൂണിറ്റി ഇത് മാത്രമേ ഉള്ളൂ, ഇതിലേക്ക് നന്നായിട്ട് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്നോട് ചോദിച്ചപ്പോൾ ലീഡേഴ്സ് പറഞ്ഞു, എനിക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് കുറച്ചു കൊടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഒരു 10-25ഓളം പേർക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ 25 പേർക്കുള്ള പ്രോഡക്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞു. 25 പേർക്കുള്ള പ്രോഡക്റ്റ് ലിസ്റ്റ് എടുത്തു. ഏതാണ്ട് 1 ലക്ഷത്തിന്റെ അടുത്ത് വന്നു ലിസ്റ്റ്. എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നല്ല, ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല, ബിസിനസ് ചെയ്തിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് 1 lakh ഒന്നും വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഞാൻ അന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം മറ്റൊന്നല്ല, സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞാൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്താൽ ലക്ഷങ്ങളിൽ വരുമാനം കിട്ടാം, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആയിരങ്ങൾ വരുമാനം കിട്ടും. അങ്ങനെയാണ് ബിസിനസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ബിസിനസ് നോക്കൂ, ചെറിയ ആയിരങ്ങൾ തുടങ്ങിയ ബിസിനസ് നിങ്ങളെ കോടികളിലേക്ക് എത്തി, ബിസിനസ് ആണ് മൈ ലൈഫ് എന്ന് മനസ്സിലായപ്പോ അതെടുക്കാൻ വലിയ ധൈര്യം ഉണ്ടായില്ല, എന്താ പറയുക, ധൈര്യക്കുറവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഒരു സാമ്പത്തിക വലിയ ഡൗൺ ആയി കിടക്കുന്ന അവസ്ഥയാണ്. ഒരു ലോണൊക്കെ സംഘടിപ്പിച്ചു. ആ സമയത്ത് 1 lakhന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാരനെ പോലെ ഞാൻ ചിന്തിച്ചാൽ, സാധാരണക്കാർ 1 lakh ആയിട്ട് എന്താ ചെയ്യാം? അവർ പെട്ടെന്ന് അപ്പുറത്തേക്ക് ലോണൊക്കെ തീർത്തിട്ട് സമാധാനമായിട്ട് വിട്ടിരിക്കും. അതാണ് സാധാരണക്കാർ ചെയ്യുക. സാധാരണക്കാരുടെ ചിന്ത അങ്ങനെ ആയതുകൊണ്ട് സാധാരണക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ പണം ഉണ്ടാക്കിയ ആൾക്കാർ, പണക്കാർ എങ്ങനെ ചിന്തിക്കുക? പണക്കാരൻ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 1 ലക്ഷം കൊണ്ട് എങ്ങനെ 2 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും 50 ലക്ഷവും കോടികളും ഉണ്ടാക്കാം എന്നാണ് പണം ഉണ്ടാക്കിയ ആൾക്കാർ ചിന്തിക്കുക. അന്ന് എന്തോ ഒരു പണക്കാരൻ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ചിന്തിക്കാൻ എനിക്ക് പറ്റിയതുകൊണ്ട് ആ 1 lakh rupees പ്രോഡക്റ്റ് ശക്തമായി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ മാസം കഴിഞ്ഞ റാങ്ക് ഒക്കെ മാറി വന്നു. കുറച്ച് മാസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ കമ്പനിയുടെ പ്രസ്റ്റീജിയസ് റാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ടീം കോഡിംഗ് റാങ്കിലേക്ക് എത്തി. അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ട്രെയിനിങ്ങൾ, ഒരുപാട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ എവിടെ പോയാലും പറയാറുണ്ട്, നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ഈ ഓപ്പർച്യൂണിറ്റി പല പ്രോഗ്രാമിൽ കൂടി നിങ്ങളുടെ ഉള്ളിൽ എന്ത് മാറ്റമുണ്ടായി, എന്നുള്ളതാണ് നിങ്ങൾ സക്സസിലേക്ക് എത്തുന്നത്. ആ ഒരു വർഷം കൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഒരുപാട് പല പ്രോഗ്രാമിൽ പോയതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ എങ്ങനെയുണ്ടായി. എന്റെ ചിന്തകൾ മാറി, എന്റെ സ്വപ്നങ്ങളൊക്കെ മാറി. എനിക്ക് ആ സമയത്ത് വലിയ രീതിയിലേക്കുള്ള ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ ചെറുപ്പത്തിൽ വലിയ സ്വപ്നങ്ങളും വലിയ നേട്ടങ്ങളും ഒക്കെ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് അവസാനം എങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ എത്തുക. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ലോകത്തിലേക്ക് എത്തിക്കും. അങ്ങനെ എത്തിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി. കാരണം ആ ഒരു സമയത്ത് കടം കയറി, അല്ലെങ്കിൽ 3 ഓപ്പർച്യൂണിറ്റി അല്ലെ സാധാരണക്കാരനെ പോലെ, സാധാരണക്കാരൻ ഏതൊക്കെ മേഖലയിൽ പോയി പ്രവർത്തിച്ചിട്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, അതൊക്കെ പ്രവർത്തിച്ചിട്ട് സ്വന്തമായിട്ട് ബിസിനസ് കൂടി ചെയ്ത് വലിയ ബാധ്യത ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയാൽ മതി, കടക്കെ തീർന്ന് സന്തോഷം ജീവിച്ചു പോയാൽ മതി എന്നുള്ള സ്ഥലത്ത് നിന്ന് മൈ ലൈഫിലേക്ക് വന്നപ്പോ ഇനി വലിയ സ്വപ്നങ്ങളും വലിയ നേട്ടങ്ങളും നേടിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരാൻ വേണ്ടി സാധിച്ചു. ആ സമയത്ത് ഒരു 4-wheeler ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചു. ഒരു 11 ലക്ഷം രൂപയുടെ ടാറ്റ ആൾട്രോസ് ഒക്കെ സ്വന്തമാക്കി ശക്തമായി മുന്നോട്ടേക്ക് വന്നു. അന്ന് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കടന്നു വന്ന സമയത്ത് ആഴ്ചയിൽ 2,10,000 ഒന്നും വാങ്ങിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഒരു 5,000 ഒരു 10,000 കിട്ടിയാൽ തന്നെ നന്നായിട്ട് മുന്നോട്ടേക്ക് പോവാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൈലേജിന്റെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പല ട്രെയിനിങ്ങിലേക്ക് വന്ന സമയത്ത് ഇതൊന്നും പോരാ, ആഴ്ചയിൽ 2,10,000 തന്നെ കയ്യിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ജനിച്ചു. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചപ്പോ കേവലം 1.5 വർഷം കൊണ്ട് തന്നെ 2,10,000 എമൗണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോ വളരെ നല്ല വരുമാനമൊക്കെ വാങ്ങിച്ച് ശക്തമായിട്ട് ബിസിനസ്സായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു വീടിന്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്.
ഇപ്പോ എന്റെ കാർ മാറ്റി അടുത്തൊരു കാറിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന കുറച്ച് മാസങ്ങൾ കൊണ്ട് മൊത്തത്തിൽ 1 കോടിയുടെ പ്ലാനാണ് വിചാരിക്കും. കുറച്ച് മാസങ്ങൾ കൊണ്ടൊക്കെ അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ടൊക്കെ ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഡിയർ ഫ്രണ്ട്സ്, സാധിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നേടിത്തരാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മാനേജ്മെന്റും കൂടെ നിൽക്കുന്ന ടീമും ലീഡേഴ്സും നിങ്ങളുടെ കൂടെയുണ്ട്. മൈലേജിൽ വിജയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ നാട്ടിലോ കിട്ടാൻ സപ്പോർട്ട് ഇവിടെ കിട്ടും. കാരണം വിജയിക്കാൻ തീരുമാനിച്ചാൽ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു 10 പേർ നിങ്ങളുടെ ചുറ്റിലുണ്ടാവും. ഗ്യാരണ്ടി. ഈ ഒരു വിശ്വാസം ശക്തമായിട്ട് ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ നിലവിലത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ബിസിനസ്സിൽ കൂടി. ആഴ്ചയിൽ 2,10,000 വായിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും 2,10,000 വായിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് നമ്മൾ കാണാം മൈലേജിന്റെ പ്ലാറ്റ്ഫോമിൽ. ആ ഒരു നേട്ടത്തിലേക്ക് വരുന്ന 2 വർഷം കൊണ്ടൊക്കെ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എടുക്കാനുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശക്തമായി ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട നമ്മൾ ആരും തന്നെ ജീവിതകാലം മുഴുവൻ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചു കാലത്ത് നന്നായിട്ട് പണിയെടുക്കുക, പിന്നെ സമ്പത്ത് ഉണ്ടാക്കുക, ജീവിതം ആഘോഷിക്കുക. യഥാർത്ഥത്തിൽ ഇനി വരുന്ന ഒരു 2-3 വർഷമൊക്കെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം ആഗ്രഹിക്കുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും. കാരണം അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനത്തെ ലീഡേഴ്സിനെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പോ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഏറ്റവും വലിയ അസറ്റ്, ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ടീം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളെപ്പോൾ തന്നെ ബിസിനസ് ഏറ്റെടുത്ത് ഒരുപാട് പേര് നമ്മുടെ കൂടെ വരിക എന്നുള്ള നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ടീം ഉണ്ടാക്കാനുള്ള ഭാഷ എന്താ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തും. ടീം ഉണ്ടാക്കാനുള്ള ഭാഷ എന്താണെന്ന് പഠിക്കുക എന്നത് പ്രധാനപ്പെട്ടത്. നമ്മളിനി എത്രയൊക്കെ പറഞ്ഞ ആൾക്കാരിലേക്ക് പോയി സംസാരിക്കുന്ന സമയത്തും അവരുടെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. അതിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ടീം ലീഡേഴ്സ് നമുക്ക് തരുന്നുണ്ട്. അത് തരുന്ന ഏറ്റവും നല്ല, അല്ലെങ്കിൽ നമ്മൾ ടീം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളൊക്കെ കഴിവുള്ള ആൾക്കാർ ഇതിന്റെ സിസ്റ്റവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഈ ബിസിനസ് സിസ്റ്റമുണ്ട്, ഈ സിസ്റ്റമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഈ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? അത് മറ്റൊന്നുമല്ല, പ്രോഗ്രാംസ് ആണ്. കാരണം സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സംശയങ്ങൾ മാറി വിശ്വാസം വന്ന് ധൈര്യത്തോടെ ഏറ്റെടുക്കുന്നുണ്ടാണ്. അതെങ്ങനെ മാറുക? ഈ ഓപ്പർച്യൂണിറ്റി വിജയിച്ചിട്ടുള്ള വലിയ ലീഡേഴ്സിനെ കാണുക എന്നുള്ളതാണ്. അവരെ കാണുന്ന സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വലിയ മാറ്റങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും, അവരുടെ ചിന്തകളിലുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്ത് ഈ ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടി, ഞാൻ ശക്തമായിട്ട് അതിനകത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഫ്രണ്ട്സിനൊക്കെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ, വലിയ എതിർപ്പുകൾ, വലിയ കളിയാക്കലും കുറ്റപ്പെടുത്തലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. 2020 പയ്യന്നൂരിൽ വെച്ചൊരു മെഗാ പ്രോഗ്രാം കിട്ടി. ആ പ്രോഗ്രാമിൽ ഈ ഇൻഡസ്ട്രി വിജയിച്ച വലിയ ലീഡേഴ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ആഴ്ചയിൽ 2,10,000 വാങ്ങിച്ചിട്ടുള്ള വലിയ കാറും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ലീഡേഴ്സ് അവിടെ വരുന്നുണ്ട്. ഞാൻ അന്നൊരു തീരുമാനം എടുത്തു, എന്റെ ഫ്രണ്ട്സിനെയും എന്റെ റിലേറ്റീവ്സിനെയും അതേപോലെ ഞാൻ ബിസിനസ്സിൽ കൊണ്ടുവന്ന കുറച്ച് വ്യക്തികളൊക്കെ അവിടേക്ക് കൊണ്ടുവരണം, ഇവരൊക്കെ കാണിച്ചു കൊടുക്കണം. ഇവരെന്താണ് ഈ ബിസിനസ് പറ്റി മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിലേക്ക് അന്ന് ഒരു പ്ലാൻ അല്ലെങ്കിൽ അന്നൊരു ക്രൈറ്റീരിയ വെച്ചിരുന്നു. 3 മാസം കൊണ്ട് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആയി കഴിഞ്ഞാൽ അന്ന് സ്റ്റേജിൽ കയറി ഫാമിലി ഹോണറിംഗ് കിട്ടും. അന്ന് ഈ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ടിങ്ങിൽ എന്നെ പോലെ തന്നെ എന്റെ വൈഫിനും കൂടി മനസ്സിലായതുകൊണ്ട് അവൾ കട്ടക്ക് കൂടെ നിന്നു. പക്ഷെ അവൾക്കും കളിയാക്കലും കുറ്റപ്പെടുന്നുണ്ട്. പക്ഷെ അവളെയും കൂടി സ്റ്റേജിൽ കയറ്റിയിട്ട് ഒരു ഹോണറിംഗ് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം മുമ്പിൽ കിട്ടിയപ്പോൾ 3 മാസം ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് 3 മാസം കൂടി ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആയിട്ട് ആ സ്റ്റേജിൽ കൂടി കയറുന്നു. അത് നിന്നോടുകൂടി ആരൊക്കെയാണോ സംശയത്തോടു കൂടി കളിയാക്കിയിട്ട് എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയെ കളിയാക്കിക്കൊണ്ടിരുന്നത്, അവരൊക്കെ കണ്ടു ഈ ഓപ്പർച്യൂണിറ്റി. കാരണം അന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ പ്രസാദ് സാറ് എന്താണ് ഈ ബിസിനസ് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞു സമയത്ത് ആരൊക്കെ സംശയത്തിലുണ്ടായിരുന്നോ അവരുടെ സംശയങ്ങൾ മാറി ശക്തമായി കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവരൊക്കെ നന്നായിട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു അച്ചീവറായിട്ട് മുമ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതേപോലെ തന്നെ പ്രോഗ്രാംസ് കിട്ടുമ്പോൾ പ്രോഗ്രാമിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ടീമിനെ സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഈ ബിസിനസ് കൂടി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏത് ലീഡേഴ്സിനെ കണ്ട് ചോദിച്ചു നോക്കൂ, അവര് പറയും അവരുടെ ലൈഫിൽ അവരുടെ ബിസിനസ് കരിയറിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ട് റമീഷോട് ചോദിച്ചു നോക്കൂ, സാറിന്റെ ലൈഫിൽ അല്ലെങ്കിൽ സാറിന്റെ ബിസിനസ് കരിയറിൽ ഏത് പ്രോഗ്രാമിലാണ് നിങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും? എല്ലാ ലീഡേഴ്സും ഉണ്ടാവും. കാരണം
പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ വരാൻ വേണ്ടി പോവുകയാണ്. ആ പ്രോഗ്രാം മറ്റൊന്നുമല്ല, 2026 കേരള പിറവി ദിനത്തിൽ നവംബർ 1-ാം തീയതി കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് 10,000ങ്ങൾ സംഗമിക്കുന്ന ഒരു പ്രോഗ്രാം വരാൻ വേണ്ടി. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കുറച്ച് വ്യക്തികളെ ക്ഷണിക്കുകയും ആ വ്യക്തികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതേ വേദിയിൽ നിങ്ങൾക്കൊരു ഉപഹാരം അല്ലെങ്കിൽ ഒരു ഓണറിംഗ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും, നിങ്ങൾ എത്ര വ്യക്തികളെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, ആ വ്യക്തികൾക്കൊക്കെ ആ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഓപ്പർച്യൂണിറ്റി കൂടി വലിയ വരുമാനം ഉണ്ടാക്കുന്നത് നേരിട്ട് കാണാൻ ഒരു അവസരമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആ പ്രോഗ്രാമിൽ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ എൻറ്റയർ മൈലേജ് തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അച്ചീവർ, ദ ക്രൗൺ ഡയമണ്ട് ഓഫ് മൈലേജ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് മിസ്റ്റർ മുബീൻ മുഹമ്മദ് സാറാണ്. എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് 2,10,000 വായിക്കുന്ന, എല്ലാ മാസവും 50 ലക്ഷത്തിനൊക്കെ മുകളിൽ വരുമാനം വായിക്കുന്ന, ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ്, ടൈം ഫ്രീഡം എന്താണെന്ന് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. കാരണം അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ പോലും ഇല്ല, മൈ ലൈഫ് സ്റ്റൈൽ ഇല്ല. അദ്ദേഹം മൊത്തത്തിൽ ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എങ്കിലും എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ, 50 ലക്ഷത്തിന് മുകളിൽ പൈസയൊക്കെയാണ് വരുമാനമൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയാണ് അന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കും നമ്മുടെ കൂടെ നല്ലൊരു വ്യക്തി വന്നിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്, ആ വ്യക്തിയുടെ വീട്ടിലേക്ക് നല്ലൊരു അച്ചീവറെ കൊണ്ടുപോയി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഉദാഹരണം, മുബീൻ സാറൊക്കെ വന്നിട്ട് നമുക്കൊരു വീട്ടിൽ പോയി ഒരു ഫോളോ ഒക്കെ തന്നു കഴിഞ്ഞാൽ നടക്കുവെച്ച് നടക്കില്ല, കാരണം ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് വരിക, നമ്മളിലേക്ക് വരികയാണ്. അദ്ദേഹം കോഴിക്കോടേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ വലിയ നേട്ടങ്ങൾ പറഞ്ഞിട്ട് ആത്മപുളകം കൊള്ളാൻ വരുന്നതല്ല. അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ ടീം തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തിനെയും കൂടി വിശ്വസിച്ചിട്ട് എന്റെ മൈലേജ് മാനേജ്മെന്റ് വിശ്വസിച്ചിട്ട് നമ്മുടെ കൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികൾക്ക് ടീം ഉണ്ടാക്കാൻ വേണ്ടി, ടീം ഉണ്ടാക്കി തരാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ കൂടി, അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൂടി ടീം ഉണ്ടാക്കി തരാൻ അദ്ദേഹം വരുന്നത്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് പരമാവധി ആൾക്കാരെ എക്സോറിലേക്ക് എത്തി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുപാട് പേരെ പ്രോഗ്രാമിലേക്ക് എത്തിച്ചു. ആ പ്രോഗ്രാമൊക്കെ കണ്ടു, കുറെ അച്ചീവേഴ്സ് ഒക്കെ കണ്ടു, ശരിയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മളെ കൊണ്ടുവന്ന ലീഡർ ഉദാഹരണം ഹുസൈൻ സാർ ഇവിടെയുണ്ട്, ഏരിയ ടീം കോർഡിനേറ്റർ ആണ്. സോറി, അല്ലെങ്കിൽ ഒരുപാട് ലീഡേഴ്സ് ഇവിടെയുണ്ട്. ഓക്കെ, റാങ്ക് ഇല്ലാത്ത ഓക്കെ, എന്താ പറയാ, ഖദീജ മാഡം ഇവിടെയുണ്ട്. ഖദീജ മാഡം ഒരു 10-25 പേര് ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചു. ആ 25 പേര് മുബീൻ സാറിനെ കണ്ടു, ഒരുപാട് ലീഡേഴ്സിനെ കണ്ടു, MA മാനേജ്മെന്റിനെ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ MD ആയിട്ടുള്ള നിഖിൽ ചന്ദ്രൻ സാറിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റുകളും അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ധൈര്യം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും. അതേ സമയത്ത് അവര് നോക്കുക, 25 പേർ നോക്കുക നമ്മുടെ ഖദീജ മാഡം എങ്ങനെയുണ്ട് ബിസിനസ് എന്നുള്ളതാണ്. കാരണം ഈ ഓപ്പർച്യൂണിറ്റി കാണുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് ഷാജഹാൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, അല്ലാണ്ട് ബിസിനസിന്റെ ലീഡേഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഞാൻ നോക്കിയിട്ടില്ല. ഷാജഹാൻ എന്ത് നേട്ടമുണ്ട്, ഷാജഹാൻ വരുമാനമുണ്ടോ, ഷാജഹാൻ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ ഖദീജ മാഡം ഒരു 10 പേര് 25 പേര് കൊണ്ടു അവർ നോക്കുക ഖദീജ മാഡം നേട്ടം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ നേട്ടം ഉണ്ടാക്കിയിട്ട് ആ വേദിയിൽ കയറിയിട്ടൊരു ആദരവോടുകൂടി വാങ്ങിക്കണം. അപ്പൊ അവർക്ക് മനസ്സിലാവും മുബീൻ സാറൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എക്സോറം എന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഗ്രേറ്റ് IIT ഇപ്പൊ WTC ലീഡർ കൂടി ആയിട്ടുള്ള ബെല്ലി സാറാണ്. ബെല്ലി സാറ് നേട്ടമുണ്ട്. ബെല്ലി സാറിന്റെ ട്രാക്കിൽ കൂടി, മുബീൻ സാറിന്റെ ട്രാക്കിൽ കൂടി, റമീസ് സാറിന്റെ ട്രാക്കിൽ കൂടിയൊക്കെയാണ് ഈ പറയുന്ന ഖദീജ മേഡവും പോകുന്നത്. പിന്നെ ഖദീജ മേഡത്തിന്റെ കൈ മുറുകെ പിടിച്ച് കൂടെ നിൽക്കാം, കട്ടക്ക് നിൽക്കാമെന്ന് തീരുമാനമെടുക്കും. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാഗമാണ്. കാരണം ഇതാണ് ഈ പറയുന്ന ടീം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഭാഷ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പരമാവധി ആൾക്കാരെ പ്രോഗ്രാം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളും, ഞാനടങ്ങുന്ന ടീമിലും നമ്മളും ചെറിയ അല്ല, ഒരു വലിയ പ്രോഗ്രാമിന്റെ പിന്നിലുള്ളത്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ എക്സോറ ആണെങ്കിൽ നമ്മൾ നെക്സോറ പ്രോഗ്രാമിന്റെ പിന്നിലുള്ളത്. ആ നെക്സോറ പ്രോഗ്രാമിലേക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ, ഇപ്പോ എല്ലാ ആഴ്ചയിലും വലിയ വരുമാനമൊക്കെ വാങ്ങിക്കൊണ്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് വലിയ നേട്ടങ്ങളും വലിയ സമ്പാദനം ഉണ്ടാക്കാനുള്ള പ്ലാനിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ശക്തമായി ആ ബിസിനസ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോ നമുക്കൊരു പക്ഷേ ഈ ഒരു പ്രോഗ്രാം മുമ്പിൽ കിട്ടുന്ന സമയത്ത് എന്ത് പ്രോഗ്രാം, എവിടെയൊക്കെ പ്രോഗ്രാം നമ്മൾ കാണുന്നത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് തള്ളിക്കളയാം. അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ പ്രോഗ്രാം എക്സോറാമുള്ള പ്രോഗ്രാമിലേക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, നമ്മുടെ നേട്ടം കുറെ ആൾക്കാരെ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട്
നോക്കേണ്ടത്. നമ്മൾ സംസാരിക്കുന്ന ജൂലൈയിലാണെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ അല്ലെ, ഒരു 3 മാസം വീണ്ടും ചെയ്യുമ്പോൾ ഈ 3 മാസക്കാലം മതി ഡിയർ ഫ്രണ്ട്സ് ശക്തമായിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഓപ്പർച്യൂണിറ്റി എത്തിച്ചുകൊണ്ട് അവരെ കൂടി എക്സോറിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ എക്സോറ പ്രോഗ്രാം ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ ബിസിനസ് കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നതിന് ഏതൊരു വ്യക്തിക്കും ഒരുപക്ഷെ നമ്മുടെ ഡയറക്ട് സെല്ലിംഗിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരുപാട് ക്ലാസിക് മിസ്റ്റേക്കുകൾ പറയാനുണ്ട്. വെറും മിസ്റ്റേക്ക് അല്ല, ക്ലാസിക് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കുകൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയിൽ ഈ ബിസിനസിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വായിട്ട് അടിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും, മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവർ നമ്മളെ നോക്കുക. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തുടക്കത്തിലാണ് നമ്മൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ വാക്കുകൾ അങ്ങനെ അവർ ഏറ്റെടുക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള എഫേർട്ട് കൂടുതൽ എടുക്കാതെ നിങ്ങൾ അവരെ ഈ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാം, പ്രോഗ്രാംസിലേക്ക് കൊണ്ടുവരാൻ, നല്ല ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ലീഡേഴ്സിന്റെ വാക്കുകൾ കേൾപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് 10 മടങ്ങ് റിസൾട്ട് ഉണ്ടാകും. ഒരു പ്രോഗ്രാം നിങ്ങൾ മുമ്പിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോഗ്രാം പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ പ്രോഗ്രാം പോട്ടെ, പ്രോഗ്രാമിന് കാര്യമില്ല എന്ന് ചിന്തിച്ചാൽ ഡയറക്ട് സെല്ലിങ്ങിലെ മൈ ലൈഫ് സ്റ്റൈലിന്റെ 2-3 വർഷം നഷ്ടപ്പെട്ടു വിചാരിക്കും. കാരണം ഒരു വ്യക്തിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പുറകെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാസങ്ങൾ, ഒരുപക്ഷെ വർഷങ്ങൾ പോയാലും നിങ്ങൾക്ക് കിട്ടാതെ, അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത വിശ്വാസം ഒരൊറ്റ പ്രോഗ്രാമിൽ കൂടി സാധിക്കും. കാരണം ആ പ്രോഗ്രാമിൽ വലിയ ലീഡേഴ്സ്, മുബീദ് സാറിനെ പുറത്ത് വലിയ ലീഡേഴ്സ് വരുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ നന്നായിട്ട് പ്ലാൻ ചെയ്യും. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ, നിങ്ങളുടെ മുമ്പിൽ അച്ചീറായിട്ട് വന്നിരിക്കുമ്പോൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷെ ആ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ ഇന്നൊരു ആയിരക്കണക്കിന് ആൾക്കാരുടെ ടീമിന്റെ ഉടമയിലിരിക്കാൻ കാരണം പല പ്രോഗ്രാംസ് കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് മെഗാ പ്രോഗ്രാംസ് കിട്ടി. ആ പ്രോഗ്രാമിലൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്തെന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത് 10-30 പേരെയാണെങ്കിൽ ഇന്ന് നെക്സോറ പ്രോഗ്രാം വരുമ്പോഴേക്ക് മിനിമം ടീമിനകത്ത് നിന്ന് 1000-ന് മുകളിൽ ആൾക്കാർ ആ പ്രോഗ്രാം എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ നാളെ നിങ്ങൾക്കും ആയിരക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറി. ഇന്ന് നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ, ഇത് 2-3 വ്യക്തികളാണെങ്കിൽ നാളെ നിങ്ങളുടെ ടീമായിട്ട് മാറുന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എക്സോറ പ്രോഗ്രാം നന്നായിട്ട് ഏറ്റെടുക്കുക. അപ്പോ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ചെയ്യണമെന്ന കാര്യം വെച്ചാൽ ഒരുപാട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുക ആ ടിക്കറ്റ്, ആ പ്രോഗ്രാമിൽ വന്ന ടിക്കറ്റ് എത്ര പേരെ അല്ലെങ്കിൽ എത്ര പേരെ ആ പേര് ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുക. ആ ആഗ്രഹിക്കുന്നതിന് കണക്കായിട്ട്, ആഗ്രഹത്തിന് കണക്കായിട്ട് ടിക്കറ്റ് എടുക്കുക. നിങ്ങളുടെ 50 പേരെ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 50 പേർ ഉണ്ടോ എന്ന് നോക്കുന്നതല്ല, 50 പേർക്ക് കൊണ്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഈ വരുന്ന 3 മാസം കൊണ്ട് 50 പേരെ നിങ്ങൾ റെഡിയാക്കിയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ആ സ്റ്റെപ്പ് എടുക്കും. അങ്ങനെ നന്നായിട്ട് ടിക്കറ്റ് എടുത്തിട്ടും ആ പ്രോഗ്രാമിലേക്ക് പ്ലാൻ ചെയ്തും എക്സോറ പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലിൽ, മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറട്ടെ. അതിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ സാധിക്കട്ടെ. മൈ ലൈഫ് സ്റ്റൈൽ കൂടി, ഡയറക്ട് സെല്ലിംഗ് കൂടി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, പരിധിയുണ്ട് നമുക്കിതിൽ. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയമൊക്കെ ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്നുകൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ചേറെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവസരം തന്നെ രമീസ് സാർ ഒന്നുകൂടി നന്ദി പറയുകയാണ്. അത് രാവിലെ തന്നെ, കാരണം നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണാറുണ്ട്. അവര് രാവിലെ ചിലപ്പോ 8 മണിക്ക് എണീച്ച് മെല്ലെ 10 മണിക്ക് ജോലിക്ക് പോകും. വൈകിട്ട് 4 മണിക്ക് തിരിച്ചു വന്ന് 5 മണിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ അടുത്ത അവരെ പ്രഷർ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പോകും അല്ലെ, വെറുതെ ലൈഫ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ രാവിലെയും രാത്രിയും ഊണിലും ഉറക്കിലും എപ്പോഴും ബിസിനസ് പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കുറച്ചു കാലം ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് പറ്റി ചിന്തിക്കൂ, പ്രവർത്തിക്കൂ. അത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടാണ് ഇപ്പൊ ഏതാണ്ട് 100-400ഓളം ആൾക്കാർ അതിരാവിലെ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഡെയിലി ഇരിക്കാൻ തീരുമാനിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ഈ ബിസിനസ് പറ്റി പഠിച്ചു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ ബിസിനസിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടി കടന്നു പോകുന്ന സമയത്ത്, സിസ്റ്റത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഒരു വ്യക്തി എന്നതിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടോ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടോ ആ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡേഴ്സിന്റെ ലീഡേഴ്സ് വിളിച്ച് പ്രോഗ്രാം ഉണ്ട്, ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്, ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ട്, ഒരു ടിക്കറ്റ് എടുക്കും എന്ന് പറയുന്നതിലുപരി ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ, മുമ്പിൽ കിട്ടുമ്പോൾ ഒരു പോസ്റ്റ് കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകുക.
അങ്ങോട്ടേക്ക് പോയി അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങളിങ്ങനെ അതിരാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു മോർണിംഗ് മീറ്റിൽ അല്ലെങ്കിൽ നൈറ്റ് നടക്കുന്ന മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പല പ്രോഗ്രാമുകളിൽ നിങ്ങൾ കയറിയിറങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം നിങ്ങളെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കും. അങ്ങനെ അതിരാവിലെ ഈ 100-400ഓളം ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പല ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവും, സ്വാഭാവികമായി ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് യഥാർത്ഥത്തിൽ എപ്പോഴും പറയാം, നമ്മുടെ ശീലങ്ങളെ മാറ്റിയാൽ നമ്മുടെ ജീവൻ മാറി വരുമെന്ന് പറയാറുണ്ട്. ആ ശീലം മാറ്റിയെടുത്തുകൊണ്ട് അത് രാവിലെ തന്നെ ഈ ബിസിനസ് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ട്, എന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ വലിയ വിജയാശംസ നേർന്നുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി, മൈലേജിൽ കൂടി, എക്സോറ എന്നുള്ള പ്രോഗ്രാമിൽ കൂടി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഈ കമ്പനി പ്രദാനം ചെയ്യുന്ന 2,10,000 rupees എല്ലാവർക്കും കിട്ടട്ടെ. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈലേജ് സ്റ്റൈൽ. താങ്ക് യു. താങ്ക് യു രഞ്ജിത്ത് സാർ. വളരെ എന്താ പറയാ, ഇന്നത്തെ രാവിലത്തെ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിപ്പോയി സാർ, ഒരു എക്സ്പീരിയൻസ്. ഏതായാലും നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊരു സംഭവങ്ങൾ പ്രോഗ്രാമുകളില്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മുബീൻ മുഹമ്മദ് സാർ നമുക്ക് 1-to-1 വരുമെന്ന വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എനിക്ക് കേട്ടോ. കാരണം മുബീൻ മുഹമ്മദ് സാർ നമ്മളെ എങ്ങനെയാ കാണുന്നത്, അപ്പൊ ആ ഒരു സാറ് നമുക്ക് 1-to-1 എടുക്കാൻ വരുമെന്ന്. അപ്പൊ നമുക്ക് വരുന്നൊരു അവസ്ഥ, നമുക്ക് ആ സാറിന്റെ ടീമിന്റെ ഒക്കെ ആ എനർജി നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കണ്ടേ. അതാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യം. കാരണം നമ്മൾ ആ ഒരു സാറ് എങ്ങനെ എത്തി, അങ്ങനത്തെ ഒരു സാർ നമുക്ക് എങ്ങനെ 1-to-1 തരാൻ വരുന്നത്. ഇതേപോലെ ഒരു 1-to-1 പോലെയല്ലേ സാർ നമുക്ക് പ്രോഗ്രാമിന് വരുന്നത്. അപ്പൊ നമ്മളെ ടീം അവിടെ വേണ്ടേ. അപ്പൊ ഏതായാലും ഒരുപാട് കാര്യങ്ങളാണ് നോട്ട് ചെയ്തിട്ട്, പേജ് ഒരുപാട് നിറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ നന്ദി. ഒരുപാട് സമയമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ തീറ്റ ഇല്ലെങ്കിലും ഡാറ്റ അല്ലെ, അതുപോലെ 3 മാസം കൊണ്ടാണ്, 3 മാസമാണ് ഇനി നമുക്ക് എക്സോറയിലേക്കുള്ളത്. സാറ് പറഞ്ഞത് 3 മാസം കൊണ്ടാണ് പിന്നെ DTC റാങ്ക് സാർ കരസ്ഥമാക്കിയത്. എന്നിട്ട് വൈഫിനെ കൊണ്ട് റെക്കഗ്നേഷൻ കിട്ടിയ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി 3 മാസം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനം എടുക്കാം. DTC റാങ്ക് ആണെങ്കിൽ DTC, അതല്ല അതിൽക്ക് മേലുണ്ടോ, അങ്ങനെ പ്ലാനിങ് ചെയ്യാം നമ്മൾ ഓരോരുത്തരും. ഏതായാലും ഇനി കൂടുതൽ സമയം ഞാൻ സംസാരിക്കുന്നില്ല. ഒരുപാട് ആളുകളിലേക്ക് ഇനി റിവ്യൂ ആയിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല. കാരണം ഇന്ന് നമ്മൾ കോഴിക്കോട് ഒരു 1 ഡേ പ്രോഗ്രാം ഉണ്ട്. ഇനി ഇത് കേട്ടതിന്റെ പേരിൽ തന്നെ ഇനി ആരെങ്കിലും വരാനുള്ള ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എത്തിച്ചേരാനും ശ്രമിക്കുക. ഏതായാലും റിവ്യൂ പറയാനായിട്ട് 2 പേര് മാത്രമേ ഉള്ളൂ, അത് മതി. ഇന്ന് സമയം കൂടുതലായതുകൊണ്ട് തന്നെ ഷമിഹ മേഡത്തിനെ ക്ഷണിക്കുകയാണ് ആദ്യമായിട്ട്. പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. എന്റെ പേര് സമീഹ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അതുപോലെ തന്നെ ഇന്ന് MC കൈകാര്യം ചെയ്ത അഫ്സൽ സാറ് നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും മനോഹരമായ ക്ലാസ് തന്ന രഞ്ജിത്ത് സാറിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. സാറിനെയൊക്കെ പോലുള്ള വലിയ ലീഡേഴ്സിന്റെ ക്ലാസ്സുകളാണ് നമുക്ക് മോർണിംഗ് മീറ്റുകളിൽ എന്നും നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ട്, അത് മാത്രമല്ല ഇന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് സാറ് നമുക്ക് തന്നത്. എത്രത്തോളം കാര്യം നമ്മളെ പോലുള്ള തുടക്കക്കാരൊക്കെ നമ്മൾ ഈ ബിസിനസ്സിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് സാറിനെയൊക്കെ പോലുള്ള ഓരോരുത്തരുടെ സ്പീച്ചുകൾ അല്ലെങ്കിൽ രാവിലത്തെ ക്ലാസ്സുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ ഈ ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആളുകളെടുത്ത് പരിചയപ്പെടുത്താനാണ് നമുക്ക് ഇത്രത്തോളം എന്താ പറയാ അത്രയും വളരെയധികം മനസ്സ് അനുവദിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ സാറിന്റെ ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. നല്ലൊരു പോസിറ്റീവ് പിന്നെ സ്പീച്ച് തന്നതിന്. ഏതായാലും ഞാൻ എന്റെ റിവ്യൂടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു മാഡം. നല്ലൊരു റിവ്യൂ ആയിരുന്നു. അടുത്തതായിട്ട് ആരിഫ മാഡം പ്ലീസ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് MC ചെയ്ത അഫ്സൽ സാറിന്, ഗസ്റ്റായി വന്ന രഞ്ജിത്ത് സാറിന് നന്ദി പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ രഞ്ജിത്ത് സാർ പറഞ്ഞു, നല്ല മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്താൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്നും ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ സാറിന് ഇവിടെ പറഞ്ഞ് എല്ലാം നല്ല രീതിയിൽ
മുന്നോട്ട് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതുപോലെ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഹരിഫ മാഡം. ഏതായാലും ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്കും കൂടെ ഒരു ആവേശമുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ സാർ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. 1.5 വർഷം കൊണ്ട് കമ്പനിയിലെ ഒരു പിന്നെ STC റാങ്കിൽ എത്തിയതും അതുപോലെ തന്നെ കാറ് വാങ്ങിയതും ഇനി 1.5 വർഷം കൊണ്ട് പിന്നെ ഇനിയുള്ള വർഷം പിന്നെ വീടുണ്ടാക്കാനും അതുപോലെ തന്നെ കാറ് മാറ്റാനും അങ്ങനെ ഒരു ഗോൾ ഉള്ളത്. അങ്ങനെ ഓരോരോ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ലത്. മറ്റെന്തിൽ സാധിക്കും, മറ്റെന്ത് മേഖലയിൽ സാധിക്കും. അതുപോലെ പണം കയ്യിൽ അക്കൗണ്ടിൽ ഫസ്റ്റ് കിട്ടിയ സമയത്ത് സാർ ചിന്തിച്ചത് ആ പണം കൊണ്ട് പണക്കാരുടെ ചിന്ത, അതായത് ആ പണം കൊണ്ട് വീണ്ടും പണം ഉണ്ടാക്കാനുള്ള ചിന്ത. സാധാരണക്കാരൻ എന്ത് ചെയ്യും, ആ പണം നമ്മൾ വീണ്ടും ഉപയോഗിച്ചു പോകും അല്ലെ. അങ്ങനെ ഓരോരോ ഗോളുകളും അതുപോലെ നമ്മളെ കൃത്യമായിട്ട് ലീഡേഴ്സിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നല്ല വിജയത്തിൽ എത്താൻ സാധിക്കും. നമ്മളെ ഉള്ളിൽ ആദ്യം കത്തണം അല്ലെ. അങ്ങനെ കത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ടീമിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ ടീമിൽ പല ആളുകളും നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്, സൈലന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അതിനൊക്കെ എന്ത് വേണം, നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ കത്തണം, നമ്മളെ ഉള്ളിൽ നിന്ന് കത്തണം. ഏതായാലും ഒരാൾ കൂടെ ഉണ്ട് അല്ലേ, എന്താ ചെയ്തേ? ഓക്കെ, അശ്മില മേഡം പ്ലീസ് വെൽക്കം. മൈക്കോണാക്കാൻ പറ്റില്ലേ? ഓക്കെ.